ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആണ് കേട്ടോ. അന്നത്തെ ദിവസം സ്കൂളില്ല, പിന്നെ മദ്രസും ഇല്ല കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പം കിച്ചണിൽ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കൊട്ടിലത്തെ പാലം ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നേരെ കിച്ചണിൽ വന്നിട്ട് ഇതാ കിച്ചണിലെ ഗ്രിൽസെല്ലാം തുറന്ന് വെക്കലാണ് കേട്ടോ. അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ കൗണ്ടർ ടോപ്പും ക്ലീൻ ആക്കിയിട്ട് തുടച്ചിട്ടെല്ലാം പോയതാണ് കേട്ടോ. പക്ഷേ എലിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്നിപ്പോൾ തുടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ. അതിന് ശേഷം ചായ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാത്രിത്തെ കുറച്ച് വേസ്റ്റിലുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൊണ്ട് കളയലാണ്. അങ്ങനെ വേസ്റ്റെല്ലാം ഇതാ കൊണ്ട് കളഞ്ഞു. അതിനുശേഷം ചായ ഉണ്ടാക്കലാണ്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. തിളക്കുന്ന സമയം കൊണ്ട് തന്നെ തുണിയെല്ലാം ഒന്ന് അലക്കാനിട്ട് കൊടുക്കലാണ്. അങ്ങനെ ഇതാ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ചായ റെഡിയാക്കി എടുക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് മോട്ടർ ഇട്ടിട്ടാ. ഇനി വേഗം മറന്നുകൊണ്ട് വെള്ളമാറ്റ കഴിഞ്ഞുകൊണ്ടായിട്ട് പെട്ടെന്ന് പോയിട്ട് മോട്ടർ ഇട്ട് ഇതാ റിയൂ ഇതാ എണീച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മദ്രസ സ്കൂളിലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തൈറോയ്ഡ് ഉണ്ട് കേട്ടോ. രാവിലെ കുറുമ്പാറ്റിൽ എപ്പോഴും ഫസ്റ്റ് തന്നെ തൈറോയിഡിൻ്റെ ഗുളി കഴിക്കും. അങ്ങനെ ഗുളിയെല്ലാം കഴിച്ചു കേട്ടോ. അതിന് ശേഷം രാത്രി ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി വെക്കലാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴിഞ്ഞിന് കേട്ടോ, തീർന്നിട്ടുണ്ട്. അപ്പം മനസ്സുവെച്ച രാവിലെ തന്നെ ബീഫിന് ചിക്കനെല്ലാം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം സാമ്പാറിൻ്റെ കഷ്ണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിന്. അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ തിരക്കില്ലല്ലോ, സ്കൂളില്ല മദ്രസില്ല, അതുകൊണ്ട് തന്നെ മല്ലയാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ഏറാവും ഉറിയെല്ലാം എണീച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കലാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചായ കുടിച്ചു കേട്ടോ. അപ്പം പിന്നെ ഇനി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സാമ്പാറിന് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ, കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ മനസ്സുറിച്ച കൊണ്ടുവരുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഉള്ളി എല്ലാം മുറിച്ചെടുക്കലാണ്. ഞാൻ പരിപ്പെല്ലാം കഴിച്ച് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വന്ന ശേഷം പിന്നെ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം മുറിച്ചിടാലോ, അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെക്കലാണ്. അങ്ങനെ കുറച്ച് പാത്രം ഉണ്ടായിട്ട് അതെല്ലാം കഴുകി വെച്ച് പിന്നെ ഇഡ്ഡലി ചൂടാൻ വേണ്ടിയിട്ട് ഇഡ്ഡലീൻ്റെ അപ്പച്ചമ്പല കഴുകി എടുക്കലാണ്. പിന്നെ ഇഡ്ഡലിയെല്ലാം ചുട്ടെടുക്കലാണ് കേട്ടോ. ഇഡ്ഡലി പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഇതാ മനസ്സുറച്ച വന്നിട്ടുണ്ട് കേട്ടോ, സാധനമെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സുറച്ചാനെ കാണുമ്പോൾ റാസി പാഞ്ഞു പോയിട്ട് എല്ലാം വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബീഫുണ്ട്, ചിക്കനുണ്ട്, പിന്നെ പച്ചക്കറി എല്ലാ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മനസ്സുറച്ച രാവിലെ വെറുതെ ചായം കുടിക്കാതെ പോയതാണ് കേട്ടോ. അങ്ങനെ മനസ്സുറച്ചാക്കത ചായ കൊടുക്കലാണ്.
അതിന് ശേഷം ആ ചിക്കനെല്ലാം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കലാന്ന് കേട്ടോ. ഇന്ന് നമ്മളിവിടെ പിന്നെ കാസർഗോഡ് നിന്ന് 4 കസിൻസ് നിൽക്കാൻ വരുന്നുണ്ട് കേട്ടോ. അവർക്ക് സ്കൂളില്ല, ലീവാണ്. അങ്ങനെ അവർ നിൽക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർ വരുമ്പോഴത്തേക്ക് വൈകുന്നേരമാണ് കേട്ടോ വരുന്നത്. അപ്പോഴേക്കും സ്നാക്കെല്ലാം റെഡിയാക്കി എടുക്കണം. അതിനുള്ള ചിക്കനും ബീഫെല്ലാം എടുത്ത് വെച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെച്ചിട്ടാ. അതിന് ശേഷം പിന്നെ എല്ലാം എടുത്തു വെക്കലാണ്, കൊണ്ടുവന്ന സാധനമെല്ലാം എടുത്തു വെക്കലാണ്. അങ്ങനെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി എടുക്കുന്നുണ്ട്. അതിനുശേഷം സാമ്പാറുള്ള കഷ്ണങ്ങളെല്ലാം എടുത്തു കിട്ടാം. പിന്നെ അതെല്ലാം മുറിച്ചിടലാണ്. ഞാൻ അതിൻ്റെ അടുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാറിനുള്ള പീസെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കലാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനുള്ള അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലെല്ലാം പിന്നെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കലാണ്. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളിലുണ്ട് കേട്ടോ, അതെല്ലാം കഴുകി വെക്കലാണ്. അങ്ങനെ തുണിയെല്ലാം ഇളക്കി കഴിഞ്ഞു കേട്ടോ. അതിനിടെ ഞാൻ തുണിയെല്ലാം നോക്കിക്കൊണ്ട് വേണ്ടിയിട്ടാ. തുണിയെല്ലാം ഇളക്കി കഴിഞ്ഞു. അതെല്ലാം പിന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെയിലത്ത് കൊണ്ടിടലാണ്. ഇനി ബാക്കി കുറച്ച് തുണിയെല്ലാം ഉണ്ട് കേട്ടോ, അതെല്ലാം ഇട്ട് കൊടുക്കലാണ്. ഇത് സാമ്പാറിന് തേങ്ങ വറുത്തെടുത്തതാണ് കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറിലെ തേങ്ങയെല്ലാം വറുത്തെടുത്തിന് കേട്ടോ. തേങ്ങ, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഉലുവ, കറിവേപ്പില, കുറച്ച് മുൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ. അത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അതായത് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളിയെല്ലാം താളിച്ച് കൊടുക്കണം. അങ്ങനെ ഇതാ സാമ്പാർ റെഡി ആയിട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ സാമ്പാറിലേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് 1/4 ടീസ്പൂൺ മതി കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അങ്ങനെ ഇതാ ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാമ്പാർ ഇഡ്ഡലിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കൂടി ഫുഡ് കഴിക്കലാണ്. അങ്ങനെ എല്ലാവരും കൂടി ഫുഡെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ ഉള്ളെല്ലാം അടിച്ചെടുക്കലാണ്. ഉള്ളെല്ലാം അടിച്ചതിന് ശേഷം എന്താ മുറ്റത്തെല്ലാം പോയിട്ട് മുറ്റെല്ലാം അടിച്ചെടുക്കലാണ്. ഇവിടെ ഇങ്ങനെ വെള്ളത്തിന് തീ കത്തിക്കുന്നുണ്ട്. തീയെല്ലാം ഇങ്ങനെ താഴെ വീട്ടും. അപ്പോൾ നല്ല ഇങ്ങനെ കച്ചരയാവും.
അങ്ങനെ മുറ്റെല്ലാം അടിച്ചെടുത്തിട്ട് അതിന് ശേഷം ചോറെല്ലാം വാർത്തു. നേരത്തെ തുണികൾ അലക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഒന്ന് ഓമ്പാൻ ഇട്ട് കൊടുക്കലാന്ന്. പിന്നെ രാവിലെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ രാവിലെ അതിലുള്ള ബീഫെല്ലാം വേറെ വേറെ എടുത്ത് വെക്കലാന്ന് കേട്ടോ, പകുതിയാക്കി വെക്കലാന്ന്. പിന്നെ ഇറച്ചിപ്പത്രയും പിന്നെ റോളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റോളിനുള്ള ചിക്കനിൽ അത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവാൻ വേണ്ടി വെച്ചതാണ്. അങ്ങനെ പിന്നെ അതെല്ലാം അവിടെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചക്ക് ലഞ്ചിനുള്ളതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ ഫിഷ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇറച്ചിപ്പത്തിരിക്കുള്ള മൈദല കുഴച്ച് വെക്കലാന്ന് കേട്ടോ. ഇത് കായാണ് കേട്ടോ, ഉച്ചക്കേക്ക് കായ്ക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫിഷ് ഫ്രൈ. ലഞ്ച് ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ ഞാൻ വൈകുന്നേരം ചായക്കുള്ള സ്നാക്കെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നാളെ റിയുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിനുള്ള സാധനമെല്ലാം മനസ്സുറച്ച കൊണ്ടുവന്നതാണ്. പാല്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സേമി, പിന്നെ അങ്ങനത്തെ എല്ലാം സാധനമെല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ. അതെല്ലാം എടുത്തു വെക്കലാണ് കേട്ടോ. എടുത്തു വെച്ചതിന് ശേഷം മസാലയെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ മസാല റെഡിയാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇപ്പോൾ ഉച്ചക്ക് ചോറ് വയ്ക്കാനായിട്ടുണ്ട്. അപ്പം പപ്പടം, പിന്നെ മുളക് കൊണ്ടാട്ടം, കയ്പക്ക കൊണ്ടാട്ടം എല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇത് ഫസ്റ്റ് തന്നെ പപ്പടം ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. അതേ എണ്ണയിൽ തന്നെ മുളകും കൊണ്ടാട്ടവും പിന്നെ കയ്പക്ക കൊണ്ടാട്ടെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇത് മുളക് കൊണ്ടാട്ടമാണ് കേട്ടോ, ഇത് കയ്പക്ക കൊണ്ടാട്ടമാണ്. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചോറെല്ലാം വിളമ്പിയിട്ട് കൊണ്ടുവെക്കലാണ് കേട്ടോ. അച്ചാറ്, സാമ്പാർ, ഫിഷ് ഫ്രൈ, പിന്നെ മുളക് കൊണ്ടാട്ടം, കയ്പക്ക കൊണ്ടാട്ടം, പപ്പടം, പിന്നെ കായ്ക്കറി അങ്ങനെല്ലാം ഉണ്ട് കേട്ടോ. കായ്ക്കറി കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ എടുത്തു കൊടുത്തിന്. അങ്ങനെ ഇതാ ചോറെല്ലാം വേവിച്ചു. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പം പിന്നെ ചായക്കുള്ളതെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. റോളുണ്ട്, കായ്പോളയുണ്ട്, പിന്നെ ഇറച്ചിപ്പത്തിരി, പിന്നെ ഫ്ലവർ അപ്പം, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ എല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. അവർ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് കേട്ടോ. അവർ പിന്നെ ബസ് കീഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മനസ്സുറച്ച പുള്ളോലെ കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും വേഗം ഞാൻ ചായ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. അവർക്ക് സ്കൂളിൽ ലീവ് ഉള്ളതുകൊണ്ട് 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ അവർ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് വേഗം അപ്പം എല്ലാം പ്ലേറ്റിലാക്കി വെക്കലാന്ന്. ചായ തിളക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അവരെത്തിയിട്ടാണ് അവർക്കുള്ള ചായയും കൂട്ടാനുള്ള ടേബിളുമ്മ കൊണ്ടുവെക്കലാണ്. അങ്ങനെ ഇതെല്ലാവരും കൂടി ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം അവർ മുറ്റത്തിറങ്ങിയിട്ട് ഫോട്ടോയിലെടുക്കലാണ്. രാത്രിക്ക് പൊറോട്ട വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ അൽഫാമിനുള്ള ചിക്കനിലേക്കുള്ള മസാല പുരട്ടി വെക്കലാണ് കേട്ടോ. അങ്ങനെ ചിക്കനിലേക്കുള്ള മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചോളം പൊങ്ങിയിട്ടുണ്ടായിന്, എല്ലാവർക്കും അത് കൊണ്ടുകൊടുക്കലാന്ന്. ചൂടുണ്ട്, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആണ് കേട്ടോ എല്ലാവർക്കും. അതാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പം ചെമ്മീൻ നുറുക്കലുണ്ടായി കേട്ടോ. അതെല്ലാം കഴിച്ചുകൊണ്ടേ ഇങ്ങനെ കളിക്കലാന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടുമ്പം തിന്നാനും പിന്നെ കളിക്കാനൊരു പാങ്ങ് വേറെ തന്നെയല്ലേ. അങ്ങനെ 8:30 മണിയാകുമ്പോൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അൽഫാം പുറത്തടുപ്പ് കല്ലെല്ലാം വെച്ചിട്ട് പിന്നെ ചൂടലാന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും കിച്ചണിൻ്റെ പുറത്ത് പോയിട്ട് എല്ലാവരും പാട്ടെല്ലാം പാടി കളിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നൂറ അവർ വരുമ്പോൾ സിപ്പ് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും കൊടുക്കലാന്ന്. പാട്ടെല്ലാം വെച്ചിട്ട് തുള്ളിയിട്ടെല്ലാം കളിക്കുന്നതാണ് കേട്ടോ. പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് വരുന്നിട്ട് പാട്ടിടാവുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ ഇത് അൽഫാമെല്ലാം റെഡി ആയിട്ടാണ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചൂട് പൊറോട്ടയും പിന്നെ ചൂട് അൽഫാമെല്ലാം ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവെക്കലാന്ന്. അങ്ങനെ എല്ലാവരും കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും